വി.ഡി. സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം ആദ്യത്തെ ഒരു പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. അതായത് മദ്യനയവുമായി ബന്ധപ്പെട്ട കേസിൽ എക്സൈസ് മന്ത്രിയോട് ചോദിക്കാതെ നികുതി കുറച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം കോൺഗ്രസ് നേതൃത്വത്തിന്റെ അകത്ത് തന്നെ വലിയ രീതിയിലുള്ള ഒരു അസ്വാരസ്യങ്ങൾ, ഒരു അമർഷങ്ങൾ, പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ ഇന്ന് പോവുകയാണ്. ഇന്നിപ്പോൾ എക്സൈസ് മന്ത്രി വി.ഡി. സതീശനുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തും എന്നാണ് നിലവിൽ ലഭിക്കുന്നവരും. നിലവിൽ ഇപ്പോൾ 2020 അധ്യക്ഷൻ സാബു ജേക്കബിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ വലിയ രീതിയിൽ വൈറലായി മാറുന്നത്. അതിൽ സാബു ജേക്കബ് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: മദ്യനയത്തിലോ സ്വകാര്യവത്കരണ നയത്തിലോ വി.എം. സുധീരന്റെ കത്തിനോ ഭീഷണികൾക്കോ മുഖ്യമന്ത്രി വഴങ്ങാൻ പാടില്ല എന്നാണ് സാബു ജേക്കബ് പറയുന്നത്. സുധീരനെ KPCC പ്രസിഡന്റ് ആക്കിയില്ലായിരുന്നുവെങ്കിൽ ഉമ്മൻചാണ്ടി ഇപ്പോഴും കേരളത്തിൽ മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കുമായിരുന്നു. ഉമ്മൻചാണ്ടി 18-20 മണിക്കൂർ ചെയ്ത കഠിനാധ്വാനം ഇയാൾ പാഴാക്കി കളഞ്ഞുവെന്നാണ് സുധീരൻ പറയുന്നത്. സ്വകാര്യവത്കരണ നയത്തെക്കുറിച്ച് പറയാൻ സുധീരൻ അത്ര വലിയ വിദ്യാഭ്യാസമുള്ള ആളല്ല. അറിവുണ്ടെങ്കിലേ എളിമ ഉണ്ടാകൂ, അല്ലെങ്കിൽ ഭക്തനായിരിക്കണം, അപ്പോൾ വിവേകം ഉണ്ടാകുമെന്നാണ് സാബു പറയുന്നത്. എല്ലാ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരെയും കണ്ണീർ കുടിപ്പിച്ച പാരമ്പര്യമാണ് സുധീരന് ഉള്ളത്. അട്രാക്ഷൻ ടു മീ എന്നതാണ് നയം, അതായത് മലയാളത്തിൽ പറഞ്ഞാൽ അഹന്ത. ഇത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. വി.എം. സുധീരനെ KPCC പ്രസിഡന്റ് ആക്കരുതെന്ന് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ശക്തമായി പലവട്ടം AK ആന്റണിയോടും സോണിയാഗാന്ധിയോടും ആവശ്യപ്പെട്ടിരുന്നു. കേട്ടില്ല. അതിന്റെ ഫലമാണ് 10 വർഷം കേരളത്തിൽ UDF പ്രതിപക്ഷ കസേരയിൽ ഇരുന്നതെന്നാണ് സാബു ജേക്കബ് തുറന്നടിക്കുന്നത്. ഉമ്മൻചാണ്ടിയെ പോലെ ഒരു വ്യക്തി അതിനുശേഷം സോണിയാഗാന്ധി തിരുവനന്തപുരത്ത് വന്നപ്പോൾ സ്വീകരിക്കാൻ പോകാതെ കാസർഗോഡ് പ്രത്യേക പരിപാടി ഉണ്ടാക്കി മുങ്ങി. അത്രമാത്രം പൈശാചികനായ ഒരു തീരുമാനം ആയിരുന്നു സുധീരൻ എടുത്തത്. പാർട്ടിയെ നശിപ്പിച്ച് നാറാണക്കല്ലാക്കി മാറ്റി. സരിത കാരണമാണ് തോറ്റതെന്നാണ് എല്ലാവരും പറയുന്നത്. ഒരിക്കലും അങ്ങനെയല്ല. സരിത കാരണമല്ല UDF തോറ്റതെന്നാണ് സാബു ജേക്കബ് പറയുന്നത്. സരിത വിഷയത്തിന് ശേഷം നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് വിജയിച്ചു. മദ്യനയം, ചാനൽ ചർച്ച കണ്ടോ, വി.എം. സുധീരന്റെ കത്ത് കണ്ടോ തീരുമാനിക്കാൻ പാടില്ല. കഴിഞ്ഞ സർക്കാർ മദ്യത്തിൽ അർമാദിച്ചപ്പോൾ സുധീരൻ എവിടെയായിരുന്നു? വെള്ളാപ്പള്ളി പറഞ്ഞതുപോലെ സുധീരൻ കട്ടപ്പുറത്തിരിക്കുന്ന ഓടാത്ത വണ്ടിയാണ്. അത് എത്ര ശരിയാണ്? സുകുമാരൻ അഴീക്കോട് പോലും ഇത്രയും ആപ്റ്റ് സാഹിത്യം പറഞ്ഞിട്ടുണ്ടാകില്ല എന്നാണ് സാബു ജേക്കബ് പറയുന്നത്. KPCCക്ക് പുതിയ പ്രസിഡന്റ് വേണം. അത് മുഖ്യമന്ത്രി നിർദ്ദേശിക്കുന്ന ആളായിരിക്കണം. കാരണം അവരാണ് കൃഷ്ണനും അർജുനനുമായി ധർമ്മയുദ്ധം നടത്തേണ്ടത്. പുരാണങ്ങൾ എഴുതിയിരിക്കുന്നത് സീരിയൽ പിടിക്കാനല്ല, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനാണ്. ജനപിന്തുണയും പ്രവർത്തക പിന്തുണയുമുള്ള പാർലമെന്ററി മോഹമില്ലാത്ത ആളായിരിക്കണം KPCC പ്രസിഡന്റ് എന്നാണ് സാബു ജേക്കബ് ഫേസ്ബുക്കിൽ കുറിച്ചത്. ഇല്ലെങ്കിൽ വിവാദ വിഷയങ്ങളിൽ നിലപാട് സ്വീകരിക്കുമ്പോൾ തെറ്റുപറ്റും. ഇന്നത്തെ നിലയിൽ ഏറ്റവും യോഗ്യൻ തൃപ്പൂണിത്തുറ മുൻ MLA K. ബാബു ആണ്. മുഖ്യമന്ത്രിയും പ്രസിഡന്റും ഒരു ജില്ലയാണ് എന്ന് വിധിക്കേണ്ട ആവശ്യമില്ല. CPM എങ്ങനെയാണ്? എല്ലാം കണ്ണൂർക്കാരാണ്. KPCC യോഗം ചർച്ച ചെയ്ത് അംഗീകരിക്കുന്ന നയം നടപ്പാക്കണം. കോൺഗ്രസ് നേതാക്കൾ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനുള്ള വഴികൾ പിന്തുണയ്ക്കണം. മാധ്യമങ്ങൾ ഒഴുക്കുന്ന കലക്കവെള്ളം കുടിക്കരുത്. പാർട്ടിയെ നന്നാക്കാനല്ല അവരുടെ ചർച്ച. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ചാനൽ വെള്ളം കുടിപ്പിച്ച് നടന്ന ആളാണ് അജയ് തറയിൽ. ഇപ്പോൾ അയാൾ എവിടെയുണ്ട്? ചാനൽ മൈക്ക് കാണുമ്പോൾ പൊങ്ങരുത്. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഹൈബി ഈഡനെയും അനൂപ് ജേക്കബിനെയും ഒക്കെ കണ്ടുപഠിക്കണമെന്നാണ് സാബു ജേക്കബ് രൂക്ഷമായി തന്നെ തുറന്നടിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും നല്ല മന്ത്രിയാണ് അനൂപ്. 14 ദിവസം കൊണ്ട് അയാൾ മുടിഞ്ഞുപോയ ഭക്ഷ്യവകുപ്പ് നന്നാക്കി. ആരും ചാനലുകളിലും സോഷ്യൽ മീഡിയയിലും കാണുന്നില്ല. വി.എം. സുധീരനോ മാധ്യമങ്ങൾക്കോ വഴങ്ങാൻ പാടില്ല. മാധ്യമങ്ങൾ പറയുന്നത് ജനവികാരമല്ല, ഞങ്ങൾ തീരുമാനിക്കും, നടപ്പാക്കും എന്ന സ്ഥാപിത താല്പര്യമാണ്. അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല. സണ്ണി ജോസഫിന്റെ അളിയനെ ഇതുപോലെ മാറ്റിയത് മുഖ്യമന്ത്രിക്ക് പറ്റിയ തെറ്റാണ്. അത് ആവർത്തിക്കരുത് എന്ന് അക്കമിട്ടുകൊണ്ട് എണ്ണിയാണ് സാബു ജേക്കബ് സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പറയുന്നത്. അതായത് വി.എം. സുധീരനെ കുടിച്ച വള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കരുത് എന്ന് സാബു ജേക്കബ് പറഞ്ഞതിന്റെ പൊരുൾ ഇതാണ്.